1950 ജനുവരി മാസം 26-ന് 2 ദിവസം മുമ്പ് വോട്ടിനിട്ട് ദേശീയ ഗാനത്തെ തെരഞ്ഞെടുത്തു. ദേശീയ ഗീതമില്ല. പിന്നെ ദേശീയ ഗാനം ഭരണഘടനയുടെ ഭാഗമായി മാറുന്നത് 42ാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി 1976-ലാണ്. അത് 51A ആർട്ടിക്കിൾ പ്രകാരം ഭരണഘടനയെ ബഹുമാനിക്കേണ്ട, ദേശീയ ഗാനത്തെ ആദരിക്കേണ്ട, നാഷണൽ ആന്തത്തെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം മാത്രമാണ്. ദേശീയ ഗീതം അതിലില്ല. പിന്നീട് വന്ന കുറേ സംവാദങ്ങൾ, അത് മദ്രാസിലെ ഹൈക്കോടതിയുടെ വിധി, അതുപോലെ തന്നെ ഡൽഹിയിലെ ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തത്, കേന്ദ്ര ഗവൺമെന്റ് അതിൽ പ്രതികരിച്ചതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതുവരെ ദേശീയ ഗീതം ആലപിക്കണം എന്ന ഒരു സ്ട്രിക്റ്റ് ഡയറക്ഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. ദേശീയ ഗീതം ഭരണഘടനയിലില്ല, അതിനുശേഷം വന്ന അമെൻമെന്റുകളിലില്ല, ഒരു രേഖകളിലും ഇല്ല. ദേശീയഗാനം 51A ആർട്ടിക്കിളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബംഗാളിൽ BJP ഗവൺമെന്റ് അധികാരത്തിലേക്കുമ്പോൾ പോലും ദേശീയ ഗീതമില്ല. ഇവിടെ കോൺഗ്രസ് തന്നെ 1937 പ്രത്യേക പ്രമേയത്തിലൂടെ ഒഴിവാക്കിയ വാചകങ്ങൾ ഉൾപ്പെടെ, ഭരണഘടനാ അസംബ്ലി വിശദമായ ചർച്ചയിലൂടെ തള്ളിക്കളഞ്ഞ വാചകങ്ങൾ ഉൾപ്പെടെ ഇവിടെ ആലപിക്കുന്ന സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, അത് നിങ്ങളുടെ നയമാണെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ കൂടി, അവരും നിങ്ങളും പങ്കാളികളായ സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഈ 150ാം വാർഷികത്തിൽ വന്ദേമാതരം പൂർണ്ണമായി നരേന്ദ്രമോദി ആലപിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു ഉത്തരവിറക്കുകയും പിന്നെ അത് സുപ്രീം കോടതിയിൽ പോവുകയും CPI മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അഡ്വൈസറി എന്ന നിലയ്ക്ക് മാത്രം ആ നിർദ്ദേശം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ആദ്യം ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് നുണയാണ്, പച്ച കള്ളമാണ് എന്ന് ഞാൻ പറയട്ടെ. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള തമിഴ്നാട്ടിലെ CPMന്റെ പ്രസ്താവന ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. തമിഴ്നാട്ടിലും കൃത്യമായിട്ടുള്ള പ്രതിഷേധം CPM രേഖപ്പെടുത്തിയിരുന്നു, ഇടതുപക്ഷം രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിലും CPMഉം CPIയും അടക്കം ഇടതുപക്ഷം വളരെ കൃത്യമായി ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശവും ഇല്ലെന്നിരിക്കെ സംസ്ഥാനത്ത് മാത്രം അത്തരത്തിൽ ഉന്നയിക്കുന്ന, അത് മുഴുവൻ കേട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും UDFിലെ മുഴുവൻ നേതാക്കന്മാരും അത് ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേന്ദ്ര ഗവൺമെന്റ് കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതു വാദം ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഉയർത്തിയാലും അതിൻ്റെ ചരിത്ര വസ്തുതകളും ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളും കോൺഗ്രസ് നേതാക്കന്മാരുടെ അതാത് സമയത്തുള്ള ഇടപെടലും വച്ചുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.